നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും പുകപടലങ്ങളിൽ നിന്നും കാർ ഗ്രാമത്തിൻ്റെ ശാന്തതയിലേക്ക് കടന്നപ്പോൾ തന്നെ മീരയുടെ മനസ്സൊന്ന് തണുത്തു. AC ഓഫ് ചെയ്ത് അവൾ ഗ്ലാസ് താഴ്ത്തിയതും ഉള്ളിലേക്ക് ഇരച്ചു കയറിയത് പാടവരമ്പത്തെ നനഞ്ഞ മണ്ണും കരിമ്പനകളും ചേർത്ത് വെച്ച ഗ്രാമത്തിൻ്റെ ശുദ്ധവായു ആയിരുന്നു. റോഡിനിരുവശവും കുളവാഴകൾ നിറഞ്ഞ തോടുകളും അതിൽ നീന്തി തുടിക്കുന്ന താറാവുകളും, ദൂരെ പച്ചപ്പട്ടുടുത്ത പാടശേഖരങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വീടുകൾ. നഗരത്തിലെ ആകാശചുംബികളായ ഫ്ലാറ്റുകൾ കണ്ടുമടുത്ത അവളുടെ കണ്ണുകൾക്ക് ഈ കാഴ്ച വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. കാർ ഓരോ വളവ് തിരിയുമ്പോഴും മീരയുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. അത് വെറുമൊരു യാത്രയായിരുന്നില്ല, അവളുടെ സ്വത്വത്തിലേക്കുള്ള മടക്കം കൂടിയായിരുന്നു. കുറച്ചു നേരത്തിനു ശേഷം കാർ തറവാടിൻ്റെ വലിയ പടിപ്പുര കടന്ന് മുറ്റത്ത് ചെന്നു നിന്നു. പടർന്നു പന്തലിച്ച മാവും പ്ലാവും കൂട്ടത്തിൽ പല വൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന ആ തറവാട് മുറ്റം ഇന്നും പഴയതുപോലെ തന്നെ. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ഉമ്മറത്തേക്ക് ആളുകൾ എത്തിയിരുന്നു. മീരയുടെ അച്ഛൻ സദാശിവൻ ഒരു പ്രൊഫസറാണ്. അച്ഛൻ പത്രവുമായി ഉമ്മറത്തെ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ മുത്തശ്ശൻ മാധവൻ നായരും ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിപ്പുണ്ട്. മുത്തശ്ശനായിരുന്നു ആ കുടുംബത്തിൻ്റെ അവസാന വാക്ക്. വെള്ളമുണ്ടും തോളിലൊരു തോർത്തും മാത്രമാണ് വീട്ടിലാകുമ്പോൾ മുത്തശ്ശൻ അധികവും ധരിക്കാറുള്ളത്. എപ്പോഴും ഗൗരവത്തോടെ നിൽക്കുന്ന അദ്ദേഹം തറവാടിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തയാളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലെ വടി തറയിൽ ഊന്നുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് തന്നെ ആ വീടിനെ ശാന്തമാക്കാനും നിശബ്ദമാക്കാനുമുള്ള കഴിവുണ്ടായിരുന്നു. അച്ചു വന്നു. മുറ്റത്ത് വന്നു നിന്ന കാറ് കണ്ടതും അവളുടെ അച്ഛൻ അതും പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൾ കാറിൽ നിന്നിറങ്ങിയതും അയാൾ ഇറങ്ങിച്ചെന്ന് ഡ്രൈവർക്ക് പൈസ കൊടുത്തു. പൈസ കൊടുത്തതും ആ കാർ അവിടെ നിന്നും വീണ്ടും ടൗണിലേക്ക് തിരിച്ചു. സുഖമായിരുന്നോ യാത്രയൊക്കെ? അദ്ദേഹം ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല അച്ഛാ, എങ്കിലും ക്ഷീണമുണ്ട്, ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്, അവൾ പറഞ്ഞു. എന്തേലും കഴിച്ചിട്ട് നന്നായി ഒന്ന് കിടന്നുറങ്ങിക്കോ, അയാൾ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. ഉള്ളിൽ നിറയെ മക്കളോട് സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരാൾ. മകൾ വലിയ ആർക്കിടെക്റ്റായതിൽ ഉള്ളിൽ അഭിമാനമുണ്ടെങ്കിലും അവൾ നഗര സംസ്കാരത്തിലേക്ക് പാടെ മാറിപ്പോകുമോ എന്നൊരു ഭയം കൂടി അദ്ദേഹത്തിനുള്ളിലുണ്ട്. അടുക്കളയിൽ നിന്നും കൈ തുടച്ചുകൊണ്ട് ഓടി വന്ന അവളുടെ അമ്മ രാധയുടെ മുഖത്ത് തെളിഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷം മകളെ കണ്ട ആശ്വാസമായിരുന്നു. മകൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും ചോറും കറികളുമെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവർ. അവിടത്തെ ഭക്ഷണമൊന്നും ശരിയാവുന്നില്ലേ മോളെ? കഴിഞ്ഞ പ്രാവശ്യം വന്നതിലും ഒരുപാട് മെലിഞ്ഞു പോയി നീ, അമ്മയുടെ സ്ഥിരം പരിഭവം പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴേക്കും മീരയുടെ ചെറിയച്ഛൻ ശേഖരൻ്റെ മക്കളായ കണ്ണനും മാളുവും അവൾക്കടുത്തേക്ക് ഓടി വന്നു. അച്ചുചേച്ചി വന്നേ! അവർ ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ തുള്ളിച്ചാടി. അവർ രണ്ടുപേരുടെയും മുടിയിലൂടെയൊന്ന് തലോടി. ശേഷം ബാഗിൽ നിന്നും വലിയ 2 ചോക്ലേറ്റ് എടുത്ത് അവർക്ക് നേരെ സ്നേഹത്തോടെ നീട്ടിയതും അവരത് കയ്യിൽ വാങ്ങി. അവൾക്കൊരു അനിയനാണുള്ളത്, പേര് ഹരി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നിൽക്കുന്ന ഹരിയാണ് കൂട്ടത്തിൽ മീരയുടെ ക്രൈം പാർട്ട്ണർ. അവർ തമ്മിൽ സഹോദര്യത്തിന് പുറമെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടിയുണ്ട്. ഹരിക്ക് മീരയെ ഭയങ്കര ഇഷ്ടമാണ്. മീരയ്ക്ക് ഹരിയോടും അങ്ങനെ തന്നെയാണ്. ഹരിയും അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. മീരയ്ക്ക് അരികിലേക്ക് ചെന്ന് അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി. കൂട്ടത്തിൽ താഴെ വെച്ചിരിക്കുന്ന ബാഗ് കൂടി കയ്യിലെടുത്തു. ഒന്നും പറയാതെ അകത്തേക്ക് നടക്കുന്ന ഹരിയെ മീരയൊന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോഴേക്കും അവൻ തിരിഞ്ഞ് അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി. അവളുടെ ചെറിയച്ഛൻ ശേഖരനും ചെറിയമ്മ സുമതിയും വല്യമ്മ ഭാരതിയും ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ചെറിയച്ഛൻ തറവാടിൻ്റെ തന്നെ ബിസിനസ് നോക്കി നടത്തുന്നു. എല്ലാവരോടും സ്നേഹമുള്ള പ്രകൃതം. ചെറിയമ്മയും ഒരു പാവം തന്നെയാണ്. എപ്പോഴും തമാശകളും പരിഭവങ്ങളുമായി നടക്കുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി. എന്താടാ അച്ചു, സിറ്റിയിലെ പണിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ തോന്നിയോ? അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ചെറിയച്ഛൻ ചോദിച്ചു. ഉറപ്പിച്ചില്ല ചെറിയച്ഛ, ചിലപ്പോൾ വീണ്ടും പോകേണ്ടി വരും. എങ്കിലും കുറച്ചു കാലം ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ വന്നത് തന്നെ ഇങ്ങോട്ട് വന്നേ പറ്റൂ എന്ന നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ടാ, അവൾ പറഞ്ഞു. അപ്പോൾ കുറച്ചു കാലം നിന്നെ ഞങ്ങൾ സഹിക്കണം എന്നർത്ഥം, അയാളൊരു ചിരിയോടെ പറഞ്ഞതും അവളും ചിരിച്ചുപോയി. വല്യച്ഛൻ ബാലനാണ് കുടുംബത്തിലെ മുതിർന്ന മകൻ.
മുത്തശ്ശനെപ്പോലെ തന്നെ ഗൗരവക്കാരൻ. മുൻകോപിയാണെങ്കിലും കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാരതിയമ്മയാണ് അടുക്കള ഭരിക്കുന്നത്. അവർക്ക് 2 പെൺമക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. മീര ഉമ്മറത്തെ പടികൾ കയറി. ചന്ദനത്തിരിയുടെയും ഉണക്കലരി വേവുന്നതിൻ്റെയും ആ പഴയ മണം അവളുടെ മൂക്കിലേക്ക് ഇടിച്ചു കയറി. മുത്തശ്ശൻ മാധവൻ നായർ തൻ്റെ ചാരുകസേരയിൽ ഗാംഭീര്യത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശ എന്നും വിളിച്ച് മീര അടുത്തു ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടു. നന്നായി വരും മോളെ. ആ കൈകൾ അവളുടെ തലയിൽ അനുഗ്രഹമായി പതിഞ്ഞു. യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണമുണ്ടാകും. കുട്ടി ചെന്ന് കുളിക്കോ അല്ലെങ്കിൽ എന്തേലും കഴിക്കോ ചെയ്യേ, എന്നിട്ടാകാം ബാക്കി വിശേഷം പറച്ചിലൊക്കെ. മുത്തശ്ശൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് കയറിയ മീര ബാഗ് മേശമേൽ വെച്ച ശേഷം ജനാലയ്ക്ക് അരികിൽ വന്നു നിന്ന് പുറത്തെ കാവിലേക്ക് നോക്കി. അവിടെ ആൽമരത്തിൻ്റെ ഇലകൾ കാറ്റിൽ ആടി ഉലയുന്നുണ്ടായിരുന്നു. അവ അങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ വല്ലാത്ത രസം. പെട്ടെന്നാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. അവൾ ഫോൺ എടുത്തു നോക്കി. ദേവൻ്റെ മെസ്സേജാണ്. വീട്ടിലെത്തിയോ? ദേ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അവൾ തിരിച്ച് മറുപടി അയച്ചു. അപ്പോൾ തന്നെ 2 ടിക്കിൽ നീലനിറം തെളിഞ്ഞു. നിന്റെ ആ പഴയ തറവാട്ടിൽ നീ പറഞ്ഞ ഏറ്റവും മുകളിലത്തെ നിന്റെ മുറിയുടെ ജനലിനോരം വന്നു നിന്ന് ആ കാവിലേക്കും നോക്കി നിൽക്കുകയാവും നീ. ആ നിന്നെ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവൻ്റെ മറുപടി വന്നു. അവൾക്ക് അതിൽ വലിയ അതിശയമൊന്നും തോന്നിയില്ല. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഐ ലവ് യു എന്നു മാത്രം അവൾ തിരിച്ചയച്ചു. ലവ് യു ടു എന്ന് തിരിച്ചും റിപ്ലൈ വന്നു. ഞാൻ ഫ്രീ ആയിട്ട് വിളിക്കാം, അവൾ പറഞ്ഞു. ശരി, റെസ്റ്റ് എടുക്ക്. ആ ചാറ്റ് അവിടെ നിന്നതും ഫോൺ ലോക്ക് ചെയ്ത് മേശപ്പുറത്തേക്ക് വെച്ചു. അല്പം നേരം മീര വീണ്ടും പുറത്തെ കാവിലേക്ക് നോക്കി നിന്നു. ഒരു നിമിഷം മീര ആലോചിച്ചു. ഈ തറവാട്ടിലെ ആചാരങ്ങൾക്കും മുത്തശ്ശൻ്റെ കാർക്കശ്യത്തിനുമിടയിലേക്ക് ദേവനെപ്പോലെ ഒരാളെ എങ്ങനെ കൊണ്ടുവരും? അവനൊരു ഫോട്ടോഗ്രാഫറാണ്, ലോകം ചുറ്റി നടക്കാൻ ഇഷ്ടപ്പെടുന്നവൻ. എങ്കിലും അവന് നാട്ടിൻപുറവും പ്രകൃതിയും ആചാരവും എല്ലാം ഇഷ്ടമാണ്. പക്ഷേ അതൊന്നും ഇവിടെയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇവിടത്തെ ഓരോ ചുവടിലും നിയന്ത്രണങ്ങളാണ്. ഒരു നെടുവീർപ്പോടെ അവൾ കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോഴാണ് അമ്മ മുറിയിലേക്ക് കയറി വന്നത്. നീ ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞതേ ഉള്ളൂ? വേഗം താഴേക്ക് വാ, എല്ലാവരും നിന്നെയും കാത്തിരിക്കുക. പറഞ്ഞുകൊണ്ട് അമ്മ അവൾക്കരികിലേക്ക് വന്ന് അവളുടെ തലയൊന്ന് തോർത്തിക്കൊടുത്തു. പിന്നെ കയ്യിൽ കൊണ്ടുവന്നിരുന്ന രാസ്നാദി അല്പമെടുത്ത് അവളുടെ നെറുകിൽ ഇട്ടുകൊടുത്തു. വെള്ളം പെട്ടെന്ന് മാറിയതല്ലേ, നീരിറക്കം വരണ്ട, വേഗം താഴേക്ക് വാട്ടോ. പറഞ്ഞുകൊണ്ട് അമ്മ അവളെ നോക്കിയതും അവളൊന്ന് തലയാട്ടി. അമ്മ താഴേക്ക് പോവുകയും ചെയ്തു. അവൾ അല്പനേരം ഒരേ നിൽപ്പ് നിന്നു. പ്രണയവും കുടുംബവും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിൻ്റെ മുന്നോടിയാണോ ഈ യാത്ര എന്നൊരു പേടി എന്തിനെന്നില്ലാതെ അവളുടെ ഉള്ളത്തിൽ നിറഞ്ഞു. എങ്കിലും തൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് ഇവിടെ ഈ മണ്ണിലാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ താഴേക്ക് വരുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അച്ഛനും മുത്തശ്ശനും വല്യച്ഛനും ചെറിയച്ഛനും ഹരിയും മാളുവും കണ്ണനുമെല്ലാം. സ്ത്രീകളാരും ഇരുന്നിട്ടില്ല. അവർ വിളമ്പിക്കൊടുക്കാൻ നിൽക്കുകയാണ്. അവളും അവർക്കരികിലായി ചെന്നിരുന്നു. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന വലിയ മേശയാണ്. അടുത്ത മാസത്തെ ഉത്സവം നമുക്ക് കെങ്കേമമാക്കണം. അച്ചു ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അവളുടെ വിവാഹക്കാര്യം കൂടി നമുക്ക് ആലോചിച്ചു തുടങ്ങണം. സാധാരണ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ വല്യച്ഛൻ പറഞ്ഞു. മീരയുടെ ഉള്ളൊന്നു കാളി. എല്ലാം ശരിയാകും അച്ചു, നീ ഇങ്ങനെ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കെ. ദേവൻ പറയുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ മുറ്റത്തെ കാവിലെ മരങ്ങൾ കാറ്റിൽ ഉലയുന്നത് പോലെ അവളുടെ മനസ്സ് ആടി ഉലയുകയായിരുന്നു. അവൾക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. നെഞ്ചിനകത്ത് വല്ലാത്തൊരു വേദന പോലെ. എന്താ മോളെ നീ ഒന്നും കഴിക്കാത്തത്? വെറുതെ പ്ലേറ്റിലൂടെ വിരലോടിച്ചുകൊണ്ടിരിക്കുന്ന മീരയെ കണ്ട് അവളുടെ അമ്മ രാധ ചോദിച്ചു. ഒന്നുമില്ലമ്മേ. അവൾ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കഴിച്ചു തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് അല്പസമയം അടുക്കളയിലൊക്കെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം അവൾ തൻ്റെ റൂമിലേക്ക് നടന്നു. പണ്ട് അവൾ ഉപയോഗിച്ചിരുന്ന അതേ കട്ടിലും മേശയും, മേശപ്പുറത്ത് ഇന്നും ഇരിക്കുന്ന പഴയ റേഡിയോ. അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തു. വാതിൽ അകത്തു നിന്നും അടച്ചുകൊണ്ട് അവൾ ദേവൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു.
സന്ധ്യാസമയം. ശംഖുനാദവും മണിമുഴക്കവും തറവാട്ടിലെ പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് കേട്ടു തുടങ്ങി. മുറ്റത്തെ തുളസിത്തറയിൽ വല്യമ്മ തിരി തെളിയിച്ചു. ഉമ്മറത്ത് ഇതെല്ലാം നോക്കി നിന്ന മീര ആ അന്തരീക്ഷത്തിൽ ഒരു നിമിഷം ലയിച്ചുപോയി. നഗരത്തിലെ ഹോണടി ശബ്ദങ്ങളിൽ നിന്നും എത്രയോ അകലെയാണിത്. കുറച്ചു കഴിഞ്ഞതും അടുക്കള വീണ്ടും ശബ്ദമുണ്ടാക്കി തുടങ്ങി. വലിയൊരു പടയൊരുക്കം തന്നെയായിരുന്നു അത്. തറവാട്ടിലെ രാത്രി ഭക്ഷണം ഒരു ചെറിയ ആഘോഷം പോലെയാണ്. അച്ചു, വേഗം വാ മോളെ, എല്ലാവരും ഇരുന്നു. വല്യമ്മ ഭാരതിയുടെ ഉറക്കെയുള്ള വിളി കേട്ടാണ് അവൾ താഴേക്ക് ചെന്നത്. കുറച്ചു മുൻപാണ് അവൾ മുറിയിലേക്ക് കയറിപ്പോന്നത്. അതുവരെയും അവൾ അടുക്കളയിൽ തന്നെയായിരുന്നു. അവിടെ അമ്മയും വല്യമ്മയും ചെറിയമ്മയും കൂടി വിളമ്പുന്ന തിരക്കിലാണ്. കറികളിൽ നിന്നുള്ള ആവി പറക്കുന്ന മണം ആ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നു. മീര അച്ഛൻ്റെയും ഇളയച്ഛൻ്റെയും ഇടയിലായി ഇരുന്നു. നമ്മുടെ ബാങ്കിലെ വാസുദേവനില്ലേ, അവൻ്റെ മകൻ ദുബായിൽ എഞ്ചിനീയറാണ്. നല്ല തറവാടിത്തമുള്ള കുട്ടിയാ. വല്യച്ഛൻ ബാലൻ സംസാരം തുടങ്ങി. മീരയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ ചോറിൽ വിരലുകൾ കൊണ്ട് വെറുതെ ഇളക്കിക്കൊണ്ടിരുന്നു. വല്യച്ഛ, എനിക്കിപ്പോൾ ഒരു വിവാഹമൊന്നും വേണ്ട. എനിക്കിനിയും പഠിക്കണം, ജോലി വാങ്ങണം എന്നൊന്നും ഇനി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളത് പകുതിക്ക് വെച്ച് നിർത്തി. മുത്തശ്ശൻ തൻ്റെ ഗ്ലാസ്സിലെ വെള്ളമൊന്ന് കുടിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന് ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. അച്ചു, പ്രായം അതിൻ്റേതായ വഴിക്ക് പോകും. ഈ തറവാടിൻ്റെ മഹിമ കാക്കുന്ന ഒരാൾ നിന്റെ കൂടെ ഉണ്ടാവണമെന്നത് ഞങ്ങളുടെയൊക്കെ ആഗ്രഹമല്ലേ? അതേ ഇവിടെ നടക്കൂ. അതുകൊണ്ട് അവർ നിന്നെ വന്നു കാണുന്നുണ്ടേൽ കണ്ടു പൊയ്ക്കോട്ടെ. വല്യച്ഛൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അച്ഛനെ ഒന്ന് നോക്കി. അച്ഛനൊന്നും മിണ്ടിയില്ലെങ്കിലും ആ കണ്ണുകളിൽ ഒരു തരം നിസ്സഹായത മീര കണ്ടു. കുടുംബത്തിലെ മുതിർന്നവരുടെ തീരുമാനങ്ങളെ എതിർക്കാൻ അച്ഛന് എന്നും പേടിയായിരുന്നു. അത് അനുസരിച്ച് പോന്നേ ശീലമുള്ളൂ. ഭക്ഷണം കഴിഞ്ഞ് മീര അമ്മയെ സഹായിക്കാൻ അടുക്കളയിലേക്ക് ചെന്നു. പാത്രങ്ങൾ കഴുകുന്നതിനിടയിൽ അമ്മ പതുക്കെ ചോദിച്ചു. അച്ചു, അമ്മ ചോദിക്കുന്നത് കൊണ്ട് മോളൊന്നും വിചാരിക്കേണ്ട. നിനക്ക് ഇനി ആരോടേലും എന്തേലും ഇഷ്ടമുണ്ടോ അച്ചു? അമ്മ ചോദിച്ചത് കേട്ട് മീരയൊന്ന് ഞെട്ടിപ്പോയി. അമ്മേ, അത് നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. നിന്റെ വല്യച്ഛൻ ഭയങ്കര കടുംപിടുത്തക്കാരനാ. ഏട്ടൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് നിന്റെ അച്ഛനും നിൽക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് അമ്മയോട് പറയണം. പക്ഷേ നിങ്ങളുടെ മുത്തശ്ശനെ എതിർത്ത് ഒരു കാര്യവും ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മോൾക്ക് അറിയുന്നതല്ലേ? അമ്മയുടെ ശബ്ദത്തിൽ ആദി നിറഞ്ഞു നിന്നു. അമ്മ അല്പം നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ട് ഒന്നുകൂടി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മ വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. അമ്മയോട് ദേവനെക്കുറിച്ച് പറയണോ പറയണ്ടേ എന്ന സംശയത്തിലാണ് മീര. പറഞ്ഞാൽ തന്നെ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊരു പേടി അവൾക്കുണ്ട്. രാത്രി ഏറെ വൈകിയിരിക്കുന്നു. ഉറങ്ങാൻ കിടന്നിടത്തു നിന്നും ഉറക്കം കിട്ടാതെ അവൾ എഴുന്നേറ്റ് ജനലിനോരം വന്നു. ആ ജനവാതിൽ അങ്ങ് തുറന്നതും നല്ല തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. മേലെ ചെരുവിലെ കുന്നിറങ്ങി നെൽപ്പാടങ്ങളെ തഴുകി വരുന്നൊരു കാറ്റ്. അവളൊന്ന് കുളിർന്നു പോയി. തെങ്ങിൻതോപ്പുകൾക്ക് മുകളിൽ നിലാവ് പെയ്തിറങ്ങുന്നു. അവൾ ആ തണുത്ത കാറ്റും ഏറ്റങ്ങനെ ഒത്തിരി സമയം നിന്നു. പിന്നീട് എപ്പോഴോ ആണ് അവൾ വന്നു കിടന്നത്. പിറ്റേന്ന് രാവിലത്തെ ചായയും കഴിഞ്ഞ് മുറിയിലേക്ക് വന്നതാണ് അവൾ. ഇന്നലെ രാത്രി നേരം വൈകുവോളം കണ്ണനും മാളുവും മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. വിളിക്കാൻ പറ്റില്ലെന്ന് ദേവന് മെസ്സേജ് അയച്ചു വെച്ചു. നാളെ വിളിക്കാം എന്നൊരു മെസ്സേജ് കൂടി അയച്ച് അവൾ മാളുവിൻ്റെയും കണ്ണൻ്റെയും കൂടെ അങ്ങ് കൂടി. അതുകൊണ്ട് തന്നെ ഇന്നലെ കല്യാണത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞ കാര്യമൊന്നും ദേവനോട് പറയാൻ പറ്റിയില്ല. അവൾ ദേവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ദേവേട്ട, ഇവിടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല. എനിക്ക് കല്യാണം നോക്കി തുടങ്ങി, അവൾ പതുക്കെ പറഞ്ഞു. അതുകേട്ട് മറുപുറത്തു നിന്നും ദേവനൊന്ന് ചിരിച്ചു. എൻ്റെ അച്ചു, നീ ഇങ്ങനെ പേടിക്കാതെ. നിന്റെ ആ തറവാടും അവിടുത്തെ മനുഷ്യരെയും എനിക്കൊന്ന് പരിചയപ്പെടുത്തിത്താ. അവരെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ലേ നമുക്ക്? ദേവേട്ടൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇവിടുത്തെ മനുഷ്യർ സ്നേഹമുള്ളവരാണ്. പക്ഷേ അവരുടെ വിശ്വാസങ്ങൾക്കും പാരമ്പര്യത്തിനും മുകളിൽ ഒന്നുമില്ല അവർക്ക്, അവൾ പറഞ്ഞു. എല്ലാം ശരിയാകും അച്ചു. നമ്മുടെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസമില്ലേ? നമ്മുടെ സ്നേഹം അങ്ങനെ വെറുതെ ആയി പോവില്ല, ദേവൻ വീണ്ടും പറഞ്ഞു.
ഉം, അതെനിക്ക് വിശ്വാസമാണ്. അവൾ പറഞ്ഞതും അപ്പുറത്തു നിന്നും ദേവൻ വീണ്ടും ചിരിച്ചു. ആ, അതാണ്. അവര് പെണ്ണു കാണാൻ വരുന്നല്ലേ ഉള്ളൂ. അല്ലാതെ നാളെ തന്നെ നിന്നെ കെട്ടാൻ പോകുന്നില്ലല്ലോ അവര്. അതുകൊണ്ട് എൻ്റെ അച്ചൂട്ടി ധൈര്യമായിട്ടിരിക്കെ. നിന്റെ ദേവേട്ടനില്ലേ കൂടെ? പിന്നെയും ഏറെ നേരം അവരെന്തൊക്കെയോ സംസാരിച്ചിരുന്നു. സംസാരം കഴിഞ്ഞ് ഫോൺ വെക്കുമ്പോൾ മീരയുടെ മനസ്സ് കുറച്ചുകൂടി ഭാരമുള്ളതായി. ദേവനോടുള്ള ഇഷ്ടം വീണ്ടും ഒരു പടി കൂടി കൂടിയിരിക്കുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൻ്റെ സംസാരം അവനിലേക്ക് നമ്മളെ കൂടുതൽ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അവനെ മറക്കാനോ അവനെ നഷ്ടപ്പെടാനോ പറ്റില്ല. അവനില്ലാത്തൊരു ജീവിതം, അങ്ങനെയൊന്ന് ഓർക്കാൻ പോലും വയ്യ. പക്ഷെ അപ്പോഴും തറവാടിൻ്റെ വേരുകൾ അവളെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അതിരാവിലെ കാവിലെ പക്ഷികളുടെ ശബ്ദം കേട്ടാണ് മീര ഉണർന്നത്. ജനാലയിലൂടെ നോക്കിയപ്പോൾ അന്തരീക്ഷത്തിൽ നേർത്ത മഞ്ഞ് അങ്ങിങ്ങായി തങ്ങി നിൽക്കുന്നു. ദൂരെ ക്ഷേത്രത്തിൽ നിന്നും ഭക്തിഗാനം നേർത്ത സ്വരത്തിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ടൗണിലാകുമ്പോൾ അലാറം അടിച്ചാൽ മാത്രം ഉണരുന്ന അവൾക്ക് ഈ ശാന്തത വല്ലാത്തൊരു സമാധാനം നൽകി. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ താഴേക്ക് വരുമ്പോൾ തറവാട് സജീവമായി കഴിഞ്ഞിരുന്നു. മുറ്റത്ത് മാളു തുളസിത്തറയിൽ ദീപം കത്തിച്ചു വെക്കുന്നു. അതിൻ്റെ തേജസ് മാളുവിലേക്കും കൂടി പടരുന്നത് പോലെ. അടുക്കളയിൽ നിന്ന് പുട്ടിൻ്റെയും കടലക്കറിയുടെയും മണം പുറത്തേക്ക് വരുന്നു. അതിനിടയിൽ അവർ തമ്മിലുള്ള സംസാരവും അവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. രാധേ, ആ തേങ്ങയൊന്ന് വേഗം ചിരകിക്കേ. അവരിപ്പോൾ ചായ കുടിക്കാൻ വരും. വല്യമ്മ നിർദ്ദേശം കൊടുക്കുന്ന തിരക്കിലാണ്. ഉമ്മറത്ത് മുത്തശ്ശൻ ചാരുകസേരയിലിരുന്ന് രാവിലത്തെ പത്രം വായിക്കുകയാണ്. കണ്ണട വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ വായിക്കാം. അരികിലെ കസേരയിൽ അച്ഛനും വല്യച്ഛനും ഇരിക്കുന്നുണ്ട്. അവരുടെ ചർച്ച ലോകകാര്യങ്ങളിൽ തുടങ്ങി പതുക്കെ തറവാടിൻ്റെ കൃഷിവിശേഷങ്ങളിലേക്ക് നീണ്ടു. ഇപ്രാവശ്യം പെയ്ത മഴ നെല്ലിന് അത്ര ഗുണം ചെയ്യില്ല ബാല, മുത്തശ്ശൻ ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോഴാണ് മീര അവർക്കടുത്തേക്ക് ചെന്നത്. അവൾ 3 പേർക്കും ചായ ഗ്ലാസ് വെച്ച ട്രേ നീട്ടി. സദാശിവൻ മകളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നന്നായി ഉറങ്ങിയോ അച്ചു? അവിടുന്ന് നേരം വൈകി എണീറ്റ് ഇവിടെ നേരത്തെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായോ? അയാൾ മകളോട് ചോദിച്ചു. ഇല്ലച്ച, അച്ഛൻ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരികയാണെന്ന്. ജോലി കിട്ടിയ ശേഷമല്ലേ ഞാൻ അവിടേക്ക് പോയത്. അതുവരെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നില്ലേ, അല്ലേ മുത്തശ്ശ? പറഞ്ഞുകൊണ്ടവൾ മുത്തശ്ശനോട് ചോദിച്ചു. അത് തന്നെ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് മോളെ, മുത്തശ്ശനും പറഞ്ഞു. മീര പതുക്കെ തറവാടിന് പിന്നിലെ കുളക്കടവിലേക്ക് നടന്നു. പായൽ പിടിച്ച കൽപ്പടവുകൾ, കുളത്തിന് ചുറ്റും നിൽക്കുന്ന തെങ്ങുകളും മാവുകളും വെള്ളത്തിൽ നിഴൽ വീത്തുന്നു. അവൾ പടവിലിരുന്ന് വെള്ളത്തിലേക്ക് കാൽ നീട്ടിവെച്ചു. തണുത്ത വെള്ളം സ്പർശിച്ചപ്പോൾ അവളുടെ മനസ്സ് പതുക്കെ ദേവനിലേക്ക് പോയി. ഈ വീട്ടിലെ ഓരോ ചലനവും ഒരു താളം പാലിക്കുന്നുണ്ട്. ആ താളത്തിന് വിരുദ്ധമായി താനൊരു തീരുമാനമെടുത്താൽ അത് ഈ സമാധാനത്തെ തകർക്കുമോ എന്നവൾ ഭയപ്പെട്ടു. പെട്ടെന്ന് പിന്നിൽ ഒരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഹരിയായിരുന്നു അത്. എന്താ ചേച്ചി ഒറ്റയ്ക്കിരുന്ന് ഒരാലോചന? അവൻ അവളുടെ അരികിൽ ഇരുന്നു. ഒന്നുമില്ലടാ ഹരിക്കുട്ട, ഞാൻ നമ്മുടെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ. അവൾ പറഞ്ഞു തുടങ്ങിയതേ ഹരി അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ചേച്ചി കള്ളം പറയണ്ട, എനിക്കറിയാം. ദേവേട്ടനെക്കുറിച്ചല്ലേ ആലോചന? ഇന്നലെ രാത്രി ഫോൺ വിളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഹരി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീര പകച്ചുപോയി. നീ ഇത് ആരോടെങ്കിലും പറഞ്ഞോ? അവൾ പേടിയോടെ ചോദിച്ചു. ഇല്ല എൻ്റെ ചേച്ചി, ഞാൻ ചേച്ചീൻ്റെ ആളല്ലേ. പക്ഷേ നമ്മുടെ ഈ പഴയ കോട്ടയ്ക്കുള്ളിൽ ഒരു പുതിയ വിപ്ലവം നടക്കുമോ എന്നാണ് എൻ്റെ സംശയം. ഹരി തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും അതിൽ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. വീട്ടിലെ പുരുഷന്മാർ പുറത്തെ കാര്യങ്ങൾക്കായി ഇറങ്ങിത്തുടങ്ങി. സ്ത്രീകൾ ഉമ്മറത്തിരുന്ന് പച്ചക്കറികൾ അരിഞ്ഞെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അടുത്തുള്ള വീടുകളിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. മീര തൻ്റെ ലാപ്ടോപ്പ് തുറക്കാൻ പോയെങ്കിലും ഈ അന്തരീക്ഷം അവളെ അതിൽ നിന്നെല്ലാം അകറ്റി നിർത്തി. അവൾ പതുക്കെ തറവാടിൻ്റെ അകത്തളങ്ങളിലൂടെ നടന്നു. പഴയ തടിവാതിലുകൾ, കൊത്തുപണികൾ ചെയ്ത തൂണുകൾ, ഇതെല്ലാം ഓർമ്മ വെച്ച കാലം മുതലേ കണ്ടു വളരുന്നതാണെങ്കിലും അവൾ അതെല്ലാം ആദ്യമായി കാണുന്നൊരു കൗതുകത്തോടെ നോക്കി നടന്നു. ഇവയ്ക്കെല്ലാം പല പല കഥകളും പറയാനുണ്ട്. ഉച്ച തിരിഞ്ഞ നേരം. തറവാടിൻ്റെ അകത്തളങ്ങളിൽ ഒരു മയക്കം പടർന്നിരിക്കുന്നു. അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം പതുക്കെ നിലച്ചു. ആണുങ്ങളെല്ലാം പുറത്തു പോയതാണ്.
മീര തൻ്റെ മുറിയിൽ ഇരിക്കുമ്പോഴാണ് വരാന്തയിൽ നിന്ന് മുത്തശ്ശൻ്റെ ചുമ കേട്ടത്. അവൾ പതുക്കെ താഴേക്ക് ചെന്നു. മുത്തശ്ശൻ ഉമ്മറത്തെ വലിയ ചാരുകസേരയിൽ ഇരിക്കുകയാണ്. കയ്യിൽ പഴയ ഒരു ഫോട്ടോ ആൽബമുണ്ട്. മീര മുത്തശ്ശനരികിൽ ചെന്ന് തൂണിൽ ചാരി നിന്നു. എന്താ മുത്തശ്ശ, ഉറങ്ങിയില്ലേ? അവൾ പതുക്കെ ചോദിച്ചു. ഈ വയസ്സുകാലത്ത് എന്ത് ഉറക്കമാ മോളെ? കണ്ണടച്ചാലെല്ലാം പഴയ കാര്യങ്ങളാ ഓർമ്മ വരുന്നത്. പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആൽബം മടിയിൽ വെച്ചു. മോള് ഇങ്ങോട്ട് വന്നിരിക്കി. മുത്തശ്ശൻ പറഞ്ഞതും മീര മുത്തശ്ശൻ്റെ അരികിലെ ചെറിയ പടിയിൽ വന്നിരുന്നു. അദ്ദേഹം ആ ആൽബം തുറന്നു. മങ്ങിത്തുടങ്ങിയ കുറേ കറുപ്പും വെളുപ്പും ചിത്രങ്ങൾ. ഈ കാണുന്നതൊക്കെ നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കിയെടുത്തതാ അച്ചു. മുത്തശ്ശൻ ഒരു പഴയ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി. നിന്റെ വലിയ മുത്തശ്ശൻ രാമൻ നായർ ഈ വീട് പണിയുമ്പോൾ ഇവിടുത്തെ ഓരോ കല്ലും ഓരോ മരവും അദ്ദേഹം നേരിട്ട് പോയി തിരഞ്ഞെടുത്തതാ. അന്ന് ഈ നാട് മൊത്തം പട്ടിണിയായിരുന്നു. പക്ഷേ ഈ തറവാടിൻ്റെ പടിക്കൽ വരുന്ന ഒരാളെപ്പോലും അദ്ദേഹം വിശപ്പോടെ മടക്കി അയച്ചിട്ടില്ല. മുത്തശ്ശൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. സ്വാതന്ത്ര്യസമര കാലത്ത് ഒളിവിൽ കഴിഞ്ഞവർക്ക് ഈ വീട്ടിലെ അറയ്ക്കുള്ളിൽ അഭയം കൊടുത്തിട്ടുണ്ട്. ഈ തറവാട് വെറുമൊരു കെട്ടിടമല്ല മോളെ, അതൊരു വലിയ സംസ്കാരമാണ്. ഒഴുക്കിനെതിരെ നീന്തിയ ഒരുപാട് പേരുടെ ചോരയും നീരും ഇതിലുണ്ട്. മുത്തശ്ശൻ പറയുന്നത് ഇതിനു മുൻപും കേട്ടിട്ടുള്ളതാണെങ്കിലും പുതിയതായി കേൾക്കുന്നൊരു കൗതുകത്തോടെ മീര കേട്ടിരുന്നു. അവൾക്ക് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനും അറിയാനും ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് മുത്തശ്ശൻ മീരയുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എന്തോ ഒന്ന് മിന്നി മറഞ്ഞു. എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ പഴയ കാര്യങ്ങൾ മാത്രം മുറുകെ പിടിക്കുന്ന ഒരു വാശിക്കാരൻ ആണെന്നാണ്. അച്ചൂട്ടിക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? മുത്തശ്ശൻ ചോദിച്ചതും മീരയൊന്ന് പതറി. അത് മുത്തശ്ശ, അങ്ങനെ ഒന്നുമില്ല, അവൾ പറയാൻ ശ്രമിച്ചു. എനിക്കറിയാം അച്ചു, പക്ഷേ ഒന്ന് എൻ്റെ മോള് ഓർക്കണം. പാരമ്പര്യം എന്ന് പറയുന്നത് മാറ്റങ്ങളെ എതിർക്കലല്ല, മറിച്ച് നമ്മുടെ വേരുകൾ മറക്കാതിരിക്കലാണ്. നിന്റെ അച്ഛനും വല്യച്ഛനുമൊക്കെ നിന്റെ വിവാഹത്തിന് ധൃതി കൂട്ടുന്നുണ്ടാകും. അവരുടെ രീതി അതാണ്. പക്ഷേ എൻ്റെ മനസ്സ് അതല്ല. മുത്തശ്ശൻ പറഞ്ഞു വന്നതും മീര ആകാംക്ഷയോടെ മുത്തശ്ശനെ നോക്കി. നിന്റെ മുത്തശ്ശിയുണ്ടല്ലോ, എൻ്റെ ശാരദ. അവളെ ഞാൻ കല്യാണം കഴിച്ചത് വീട്ടുകാരുടെയെല്ലാം എതിർപ്പിനെ മറികടന്നാണ്. അന്ന് ഐത്തവും ജാതിയുമൊക്കെ കൊടുമ്പിരി കൊണ്ട കാലം. ഒരേ ജാതിയായിരുന്നെങ്കിലും സാമ്പത്തികം തീരെയില്ലായിരുന്നു. എല്ലാവരും എതിർത്തു. പക്ഷേ ആ പഴയ കാലത്തും ഞാൻ എൻ്റെ പ്രണയത്തിനു വേണ്ടി ഉറച്ചു നിന്നു. ഈ തറവാടിൻ്റെ ഉമ്മറത്തേക്ക് അവളെ ഞാൻ കൈപിടിച്ചു കയറ്റി. മുത്തശ്ശൻ പറഞ്ഞതു കേട്ട് മീര ഞെട്ടിപ്പോയി. മുത്തശ്ശൻ്റെ ഈ മുഖം അവൾക്ക് തീർത്തും അപരിചിതമായിരുന്നു. മുത്തശ്ശൻ്റേത് പ്രണയവിവാഹമായിരുന്നെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. കർക്കശക്കാരനായ കാരണവർക്ക് പിന്നിൽ ഇത്രയും വലിയൊരു പ്രണയകഥ ഉണ്ടായിരുന്നുവെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കാലം മാറുമ്പോൾ മൂല്യങ്ങൾ മാറരുത്. സത്യസന്ധമായ പ്രണയത്തിന് മുന്നിൽ ഏതൊരു പാരമ്പര്യവും വഴിമാറണം. പക്ഷേ നീ തിരഞ്ഞെടുക്കുന്ന ആൾ ഈ തറവാടിൻ്റെ അന്തസ്സും ഈ നാടിൻ്റെ സ്നേഹവും മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണമെന്ന് മാത്രം. അല്ലാതെ സിറ്റിയിലെ വെറും ലഹരി മാത്രമാകരുത് ജീവിതം. മുത്തശ്ശൻ പറഞ്ഞത് മീരയുടെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. ദേവനെക്കുറിച്ച് മുത്തശ്ശനോട് തുറന്നു പറയാനുള്ള ഒരു വാതിൽ അവിടെ തുറക്കപ്പെടുകയായിരുന്നു. മുത്തശ്ശ, എനിക്കൊരാളെ ഇഷ്ടമാണ്. മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരാൾ. പറയുമ്പോൾ മീരയുടെ ശബ്ദം ഇടറി. മുത്തശ്ശൻ പതുക്കെ കണ്ണടച്ച് ചാരുകസേരയിലേക്ക് ചാരിക്കിടന്നു. എനിക്കറിയാമായിരുന്നു മോളെ. നിന്റെ ഫോൺ വിളികളും നിന്റെ കണ്ണിലെ ആ തിളക്കവും ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടിലെ ബാക്കിയുള്ളവർ, പ്രത്യേകിച്ച് നിന്റെ അച്ഛനും വല്യച്ഛനും, അവരെ ബോധ്യപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ല. അതിന് നിനക്ക് നല്ല ധൈര്യം വേണം. മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴേക്കും വല്യച്ഛൻ്റെ കാർ മുറ്റത്ത് വന്നു നിന്നു. മുത്തശ്ശൻ പതുക്കെ ആൽബം അടച്ചു. ഇത് നമ്മുടെ ഇടയിലുള്ള രഹസ്യം. പിന്നെ എൻ്റെ പേരക്കുട്ടിയെ ഞാൻ വിശ്വസിക്കുന്നു. അവൾക്ക് തെറ്റ് പറ്റില്ലെന്ന്. ആ വിശ്വാസം തെറ്റിക്കരുത്. അതുകൊണ്ട് സമയം വരുമ്പോൾ ഞാൻ നിനക്കൊപ്പം നിൽക്കും. ഇപ്പോൾ വേണ്ട, അവർ വരുന്നു. പിന്നീട് എല്ലാം എനിക്ക് കൃത്യമായി പറഞ്ഞു തരണം. മുത്തശ്ശൻ പറഞ്ഞതും മീര മുത്തശ്ശൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് തലയാട്ടി. മീരയുടെ ഹൃദയത്തിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. കാരണം ദേവനെ മുത്തശ്ശന് തീർച്ചയായും ഇഷ്ടമാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഒരു ചോദ്യം ബാക്കിയായിരുന്നു.
അച്ഛനെയും വല്യച്ഛനെയും എങ്ങനെ നേരിടും? ചെറിയച്ഛൻ പിന്നെ ആളൊരു പാവമാണ്. കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്ക് മനസ്സിലാകും. മുത്തശ്ശൻ്റെ വാക്കുകൾ മീരയുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറച്ചു. തൻ്റെ മുറിയിലേക്ക് മടങ്ങിയെത്തിയ അവൾ ജനലിനോരം വന്ന് ദൂരേക്ക് നോക്കി നിന്നു. മുത്തശ്ശൻ പറഞ്ഞ സത്യസന്ധമായ പ്രണയം എന്ന വാക്ക് അവളുടെ മനസ്സിൽ ദേവന്റെ മുഖം തെളിയിച്ചു. അവൾ പതുക്കെ ഓർമ്മകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഊളിയിട്ടു. 4 വർഷം മുൻപ് നഗരത്തിലെ തിരക്കേറിയ ഒരു ആർക്കിടെക്ചറൽ പ്രദർശനത്തിനിടയിലാണ് മീര ദേവനെ ആദ്യമായി കാണുന്നത്. നഗരത്തിലെ ആധുനിക കെട്ടിടങ്ങളുടെ മോഡലുകൾക്ക് ഇടയിൽ പഴയ തറവാടുകളുടെയും പ്രകൃതിയുടെയും ഫോട്ടോകൾ പ്രദർശിപ്പിച്ച ഒരു ചെറിയ ഗാലറി ഉണ്ടായിരുന്നു. അവിടെയാണ് കയ്യിലൊരു പഴയ ക്യാമറയുമായി മുടി അല്പം മാത്രം നീട്ടി വളർത്തിയ ആ ചെറുപ്പക്കാരനെ അവൾ കണ്ടത്. മീര ഒരു പഴയ ഇല്ലത്തിൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. അതിലെ കൊത്തുപണികൾ അവളുടെ ആർക്കിടെക്ട് മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. തൻ്റെ തറവാട് പോലെ. ആ കാണുന്നത് വെറും തടിയല്ല, അത് പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആത്മാവാണ്. പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവനാണ്. ഗൗരവത്തിലാണെങ്കിലും ആ കണ്ണുകളിൽ ഒരു തരം തിളക്കമുണ്ടായിരുന്നു. നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണല്ലേ? അവൻ്റെ കയ്യിലെ ക്യാമറ കണ്ട് മീര ചോദിച്ചു. അതെ, പക്ഷേ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കഥകൾ കേൾക്കാനാണ്. ഓരോ പഴയ വീടിനും ഓരോ കഥ പറയാനുണ്ടാകും. പക്ഷേ സിറ്റിയിലെ ഈ കോൺക്രീറ്റ് കാടുകൾക്ക് പറയാനുള്ളത് ലാഭത്തിൻ്റെ കണക്കുകൾ മാത്രമാണ്. അവൻ്റെ ആ ചിന്താഗതിയാണ് മീരയെ ആദ്യം ആകർഷിച്ചത്. നഗരത്തിൽ ജനിച്ചു വളർന്നവർക്ക് ഗ്രാമങ്ങളോടുള്ള ഒരു തരം കൗതുകമല്ലായിരുന്നു അത്, മറിച്ച് മണ്ണറിഞ്ഞ ഒരുവൻ്റെ ആഴത്തിലുള്ള സ്നേഹമായിരുന്നു. അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തു. ഒരിക്കൽ നഗരത്തിനടുത്തുള്ള ഒരു ചെറിയ കുന്നിൻപുറത്തേക്ക് അവർ യാത്ര പോയി. പെട്ടെന്നായിരുന്നു മഴ പെയ്തത്. മീര നനയാതിരിക്കാൻ വലിയൊരു മരത്തിന് ചുവട്ടിലേക്ക് ഓടാൻ പോയപ്പോൾ ദേവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് തടഞ്ഞു. മീരെ, മഴ നനഞ്ഞാൽ അസുഖം വരുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ മഴ ആസ്വദിക്കൂ. നഗരത്തിലെ മഴയ്ക്ക് ഈ തണുപ്പും കുളിരും കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ ഇതിന് വല്ലാത്തൊരു തണുപ്പുണ്ട്. മണ്ണിൻ്റെ ഗന്ധമുണ്ട്. എനിക്ക് തോന്നും ഈ മഴത്തുള്ളികൾ ഓരോന്നും ഭൂമിയോട് പറയുന്നത് ഒരു പ്രണയത്തിൻ്റെ കഥയാണെന്ന്. അന്ന് മഴ നനഞ്ഞു നിൽക്കുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ കൊണ്ട് അവൻ മീരയുടെ ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയിൽ നീ ഒരു സിറ്റി ഗേൾ അല്ല, കാവിലെ ദേവതയെപ്പോലെയുണ്ട് എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചപ്പോൾ മീരയുടെ ഉള്ളിൽ ആദ്യമായി ഒരു അനുരാഗമുല്ല പൂത്തു. ദേവൻ ഒരിക്കൽ അവളോട് പറഞ്ഞിരുന്നു, എനിക്കൊരു വലിയ വീട് വേണ്ട മീരെ. മരങ്ങൾ തണൽ വിരിക്കുന്ന, കിളികൾ പാട്ടുപാടുന്ന ഒരു ചെറിയ ഇടം മതി. നമ്മുടെ വേരുകൾ എപ്പോഴും മണ്ണിലായിരിക്കണം. അതാണ് യഥാർത്ഥ സന്തോഷം. അവിടെ മാത്രമേ എല്ലാം തികഞ്ഞ സന്തോഷം ഉണ്ടായിരിക്കുകയുള്ളൂ. തൻ്റെ തറവാടിനെയും അവിടുത്തെ സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ദേവനെപ്പോലെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളേക്കാൾ മികച്ച ഒരു പങ്കാളിയെ കിട്ടാനില്ലെന്ന് അവൾക്ക് അന്ന് തോന്നിയിരുന്നു. ഓർമ്മകളിൽ നിന്ന് ഉണർന്ന മീര തൻ്റെ ഫോണിലെ ആ പഴയ ഫോട്ടോ ഗാലറി തുറന്നു. ദേവൻ എടുത്ത തൻ്റെ ആ ചിത്രം അവൾ നോക്കി നിന്നു. മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണ്. ദേവൻ വെറും ഒരു സിറ്റി ബോയ് അല്ല, അവൻ ഈ മണ്ണിനെ അറിയുന്നവനാണ്. താഴേക്കുള്ള പടികൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അവൾ കേട്ടത് വല്യച്ഛൻ്റെ ഗൗരവത്തിലുള്ള സംസാരമാണ്. ശിവ, ഞാൻ വാസുദേവനോട് സംസാരിച്ചു. അവർ ഈ ഞായറാഴ്ച വരും. പെണ്ണിനെ വേഗമൊന്ന് കാണണമെന്നുണ്ട് അവർക്ക്. നമുക്കും തടസ്സമൊന്നും പറയാനില്ലല്ലോ. അച്ഛനെ എല്ലാവരും ശിവ എന്നാണ് വിളിക്കാറ്. വല്യച്ഛൻ അച്ഛനോട് പറയുന്നത് കേട്ട് അവളുടെ നെഞ്ചിലൊരു ഇടിവെട്ടി. അച്ഛൻ്റെ മറുപടിക്ക് വേണ്ടി മീര കാതോർത്തു. അതിന് നമുക്ക് അച്ചുവിൻ്റെ അഭിപ്രായം കൂടി ചോദിക്കണ്ടേ ബാലേട്ടാ? അച്ഛൻ പതുക്കെ പറഞ്ഞു. അഭിപ്രായം ചോദിക്കാനൊന്നുമില്ല. അവൾക്ക് ഇഷ്ടപ്പെടും. നല്ല കുടുംബം, നല്ല പയ്യൻ. നമ്മുടെ കുടുംബവുമായി ചേരും. അത് മോളോട് ഞാൻ പറഞ്ഞോളാം. വല്യച്ഛൻ്റെ സ്വരം ഉറച്ചതായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് വല്യച്ഛൻ്റെ മുറിയിലേക്ക് നടന്നു. അകത്തളങ്ങളിൽ വീണ്ടും നിശബ്ദത പടർന്നു. പക്ഷേ മീരയുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയായിരുന്നു. തൻ്റെ പ്രണയത്തിനു വേണ്ടി പോരാടാൻ മുത്തശ്ശൻ നൽകിയ ധൈര്യം മാത്രം മതിയോ എന്നവൾ സംശയിച്ചുകൊണ്ടിരുന്നു. വല്യച്ഛൻ നിശ്ചയിച്ച ആ പെണ്ണുകാണൽ ചടങ്ങിന് ഇനി ഈ ഒരു ദിവസം കൂടി മാത്രം. മീരയുടെ ഉള്ളിലെ ആകുലതകൾ മനസ്സിലാക്കിയ ദേവൻ അവളോട് പറയാതെ തന്നെ അവളുടെ ഗ്രാമത്തിലേക്ക് വരാൻ തീരുമാനിച്ചു. ഞാൻ നിന്റെ ഗ്രാമത്തിലുണ്ട് അച്ചു.
നീ പറഞ്ഞ നിന്റെ തറവാടിന് പിന്നിലെ ആ പഴയ കുളക്കടവിലേക്ക് നിനക്കൊന്ന് വരാൻ പറ്റുമോ? നേരം ഇരുട്ടിയിട്ട് മതി. ദേവന്റെ മെസ്സേജ് കണ്ടപ്പോൾ അവൾക്ക് ഒരേ സമയം പേടിയും സന്തോഷവും തോന്നി. അവനെ ഒന്ന് കണ്ടാൽ തനിക്ക് അല്പം സമാധാനം കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പാണ്. പക്ഷേ അതേസമയം അവനെ ആരെങ്കിലും കണ്ടാലോ എന്നൊരു പേടി കൂടി അവൾക്കുണ്ടായിരുന്നു. പലപ്പോഴും കടന്നു വരാറുള്ള തറവാടിനെക്കുറിച്ചുള്ള സംസാരത്തിൽ നിന്നും തന്നെ അവൻ ആ തറവാടിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരുന്നു. മാത്രവുമല്ല, ആ നാട്ടിൽ അതുപോലെ ഒരു തറവാടും കുളവും തൊട്ടടുത്ത് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവനുള്ള മറുപടിയും കൊടുത്ത് നേരമൊന്ന് ഇരുട്ടാനായി കാത്തിരുന്നു. രാത്രി 8 മണി കഴിഞ്ഞു. 8:30 കുളത്തിനടുത്തെത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അടുക്കളയിൽ തിരക്കിലായിരിക്കും. തറവാടിന് പിന്നിലെ വഴിയിലൂടെ മീര പതിയെ പുറത്തേക്കിറങ്ങി. നിലാവുണ്ടായിരുന്നെങ്കിലും മരങ്ങൾക്കിടയിൽ ഇരുട്ട് കനത്തു നിന്നു. ഇടയ്ക്ക് കേൾക്കുന്ന ചീവീടുകളുടെ കരച്ചിൽ അവളെ വല്ലാതെ പേടിപ്പിച്ചു. എങ്കിലും അവൾ മുൻപോട്ട് നടന്നു. കുളക്കടവിൽ എത്തിയതും പടവുകളിൽ ഒരാൾ രൂപം ഇരിക്കുന്നത് അവൾ കണ്ടു. ദേവേട്ടാ, മീര പതുക്കെ വിളിച്ചു. അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദേവൻ എഴുന്നേറ്റു. അല്പം താടി വളർത്തിയ, യാത്ര ചെയ്ത് ക്ഷീണിച്ചെങ്കിലും തിളക്കമുള്ള കണ്ണുകളുള്ള തൻ്റെ ദേവൻ. ദേവേട്ടൻ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ശരിക്കും വന്നെന്ന്. അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. വരാതിരിക്കാൻ പറ്റുമോ അച്ചു? നിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ അതെനിക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റില്ലേ? ദേവൻ അവളുടെ കൈകളിൽ പതുക്കെ പിടിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. ഇതാണല്ലേ നിന്റെ തറവാട്? ഞാൻ വിചാരിച്ചതിനേക്കാൾ മനോഹരമാണ് ഇത്. വൈകിട്ട് ഇതിനു മുൻപിലൂടെ ഞാൻ പോയിരുന്നു. നല്ല ഭംഗി, എനിക്കിഷ്ടായി, ദേവൻ പറഞ്ഞു. അവൾക്ക് അവനെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റാത്തതിൽ വല്ലാത്ത വേദന തോന്നി. ദേവേട്ടനെ എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല അച്ചു. അവളുടെ മുഖത്തെ സങ്കടം കണ്ട് ദേവൻ നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. ദേവേട്ട, വല്യച്ഛൻ്റെ സംസാരത്തിൽ നിന്നും ഇത് വല്യച്ഛൻ ഉറപ്പിച്ചതുപോലെയാ. നാളെ അവർ വരും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചോദിക്കുമ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നീ പേടിക്കണ്ട അച്ചു. നമ്മൾ അതിന് ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? നിന്റെ മുത്തശ്ശനും സ്നേഹിച്ചതല്ലേ? മുത്തശ്ശൻ നിനക്കൊപ്പമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? അത് തന്നെ വലിയ കാര്യം. ബാക്കിയുള്ളവരെ നമുക്ക് സാവധാനം ബോധ്യപ്പെടുത്താം. തൽക്കാലം അവർ വന്ന് പെണ്ണ് കണ്ടു പോയിക്കോട്ടെ. കല്യാണത്തിന് സമ്മതിക്കാതിരുന്നാൽ പോരെ. വെറുതെ വല്യച്ഛനെ ഇപ്പോൾ തന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട. ദേവൻ പറയുന്നത് കേൾക്കുമ്പോൾ മീരയ്ക്ക് വലിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ദേവേട്ട, ഏട്ടൻ എവിടെയാണ് ഈ രാത്രി താമസിക്കുന്നത്? അവൾ ചോദിച്ചു. ദേവൻ അവളുടെ ആകുലത കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അതോർത്ത് വിഷമിക്കേണ്ട അച്ചു. ദേ അവിടെ താഴത്തൊരു വീട്ടിൽ താമസം ശരിയായി. ഇവിടത്തെ ചായക്കടയിൽ വന്ന് താമസിക്കാൻ ഒരു മുറി കിട്ടുമോ എന്ന് ചോദിച്ചു. ഈ ഗ്രാമത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണെന്ന് പറഞ്ഞു. എൻ്റെ ക്യാമറയൊക്കെ കണ്ടപ്പോൾ ആള് വിശ്വസിച്ചു. ആ ചായക്കടയിലെ രാഘവേട്ടൻ ഇല്ലേ? ആൾക്ക് എന്തോ എന്നെ വലിയ ഇഷ്ടമായി. റൂം കിട്ടണമെങ്കിൽ ടൗണിൽ പോകണം. അതൊന്നും വേണ്ട, അവരുടെ വീട്ടിൽ താമസിച്ചോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് മീരയ്ക്ക് സമാധാനമായി. രാത്രി വയലിലൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ കിടന്നാൽ കാണില്ല, അവൾ പേടിയോടെ പറഞ്ഞു. എനിക്ക് കൂട്ടിന് ഈ നിലാവുണ്ടല്ലോ അച്ചു. പിന്നെ നീയും. അതുപോരെ. അധികം വൈകേണ്ട, നീ ചെല്ല്. അവിടെ നിന്നെ അന്വേഷിക്കും, ദേവൻ പറഞ്ഞത് മീര അവനെ ഒന്ന് നോക്കി. സൂക്ഷിച്ചോളാം, അവളുടെ നോട്ടം കണ്ട് അവനൊരു ചിരിയോടെ പറഞ്ഞു. ഇനി എപ്പോഴാ കാണുക? അവൾ ചോദിച്ചു. അതൊക്കെ കാണാം, ഞാനിവിടെ ഉണ്ടല്ലോ. നീ പുറത്തേക്കിറങ്ങ്, അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കുളപ്പടവുകൾ കയറി. അവിടെ എത്തിയിട്ട് വിളിക്കണേ, അവൾ തിരിഞ്ഞു നോക്കി വീണ്ടും ഓർമ്മിപ്പിച്ചു. അവൻ ചിരിയോടെ തന്നെ തലയാട്ടി. വയൽവരമ്പിലൂടെ നടന്ന് ദേവൻ രാഘവേട്ടൻ്റെ വീട്ടിൽ എത്തിയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൻ അവൾക്ക് എത്തിയെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു. രാഘവേട്ടന് 2 ആൺകുട്ടികളാണ്. പിന്നെ രാഘവേട്ടനും ഭാര്യയും. അവർ 4 പേരാണ് ആ വീട്ടിലുള്ളത്. അവരാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തണുത്ത കാറ്റേറ്റ് അല്പം നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അവർക്കെല്ലാം അവനോട് നല്ല സ്നേഹമായിരുന്നു. അവൻ്റെ പെരുമാറ്റവും അതുപോലെ ഉള്ളതായിരുന്നു. ഭക്ഷണവും കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് വന്നതാണ്. മുറിയിൽ ഒരു ചെറിയ കട്ടിലും പഴയൊരു ഫാനുമുണ്ട്.
ജനാല തുറന്നാൽ ദൂരെ മീരയുടെ തറവാട് നിൽക്കുന്ന ആ കാവ് അവ്യക്തമായി കാണാം. ദേവൻ കട്ടിലിൽ കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് കിടന്നു. ഫാൻ കറങ്ങുന്ന ശബ്ദത്തിനൊപ്പം ജനാലയിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ മീരയുടെ മുഖമായിരുന്നു. കുളക്കടവിലെ ആ വെളിച്ചത്തിൽ കണ്ട അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ദേവൻ തൻ്റെ ഫോണെടുത്ത് അതിലെ ഫോട്ടോസ് നോക്കി. നഗരത്തിലെ തിരക്കുകളിൽ അവർ ചിരിച്ചു നടന്നിരുന്ന നിമിഷങ്ങൾ. അന്ന് ആ വലിയ ലോകത്ത് അവർക്ക് ആരെയും ഭയപ്പെടാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചെറിയ ഗ്രാമത്തിൽ, ഈ തറവാടിൻ്റെ നിഴലിൽ അവരുടെ പ്രണയം വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അവൻ ഫോണെടുത്ത് അവൾക്ക് മെസ്സേജ് അയച്ചു. അച്ചു, പേടിക്കണ്ട, നിന്റെ ദേവേട്ടനില്ലേ കൂടെ? പോയി കിടന്നുറങ്ങ്, നാളെ കാണാം, ഗുഡ് നൈറ്റ്. മെസ്സേജ് അയച്ച ശേഷം അവൻ ആ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അങ്ങ് ദൂരെ തറവാട്ടിലെ ഒരു ജനാലയിൽ മാത്രം വെളിച്ചം കത്തുന്നത് അവൻ കണ്ടു. അത് മീരയായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ഈ മണ്ണിലാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ കാലപ്പഴക്കമുള്ള വിശ്വാസങ്ങളെ സ്നേഹം കൊണ്ട് തിരുത്താൻ കൂടിയുള്ളതാണ്. പതിയെ ആ ഗ്രാമത്തിൻ്റെ നിശബ്ദതയിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഭാരതി, ഉച്ചയ്ക്ക് സദ്യയ്ക്ക് കുറച്ച് വിഭവങ്ങൾ അധികം വേണം. വരുന്നത് സാധാരണക്കാരല്ല, വാസുദേവൻ്റെ കുടുംബമാണ്. നമ്മുടെ അന്തസ്സിന് ഒരു കുറച്ചിലുണ്ടാകരുത്. വല്യച്ഛൻ്റെ ശബ്ദം ഉമ്മറത്ത് മുഴങ്ങിക്കേട്ടു. മീര അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ വല്യച്ഛനടുത്തേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ബാലേട്ടാ, നമുക്ക് ഇതൊന്നുകൂടി ആലോചിക്കണമായിരുന്നു. മീരയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നമ്മൾ ചോദിച്ചില്ലല്ലോ. അച്ഛൻ പതിയെ വല്യച്ഛനോട് പറഞ്ഞു. വല്യച്ഛൻ കയ്യിലിരുന്ന പത്രം മടക്കി വെച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ശിവ, നീ പ്രൊഫസർ ആയതുകൊണ്ട് എല്ലാം ലോജിക്ക് വെച്ച് ചിന്തിക്കും. പക്ഷേ ഇത് കുടുംബമാണ്. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വരുന്ന പയ്യൻ എല്ലാ നിലയ്ക്കും നമുക്ക് ചേരുന്നവനാണ്. പിന്നെ എന്തിനാ വെറുതെ ഓരോ തടസ്സങ്ങൾ പറയുന്നത്? വല്യച്ഛൻ പറഞ്ഞു. തടസ്സമല്ല ബാലേട്ട, അവളുടെ ഇഷ്ടം കൂടി. അച്ഛൻ വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ വല്യച്ഛൻ കൈ ഉയർത്തി തടഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ ഇന്നുവരെ പെൺകുട്ടികൾ തന്നിഷ്ടത്തിന് വിവാഹം കഴിച്ചിട്ടില്ല. ആ കാര്യത്തിൽ മീരയ്ക്കും മാറ്റമുണ്ടാകില്ല. നീ അവളെ കൂടുതൽ വഷളാക്കണ്ട. ഇതെല്ലാം കേട്ടുനിന്ന മീരയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ തനിക്ക് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വല്യച്ഛൻ്റെ ആധിപത്യത്തിന് മുന്നിൽ അച്ഛൻ പതറിപ്പോകുകയാണ്. മുത്തശ്ശൻ ചാരുകസേരയിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹം ഈ തർക്കത്തിൽ ഇടപെട്ടില്ലെങ്കിലും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മീര മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചായയുമായി ചെന്നു. പേടിക്കണ്ട മോളെ, പുറത്ത് കാറ്റടിച്ചാലും ഈ വീടിൻ്റെ തൂണുകൾ അത്ര വേഗം ഇളകില്ല, മുത്തശ്ശൻ അവൾക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ പറഞ്ഞു. മീര മുത്തശ്ശനെ നോക്കിയൊന്ന് നെടുവീർപ്പിട്ടു. അവൾക്ക് ദേവനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീടിനുള്ളിലെ ഈ ബഹളങ്ങൾക്കിടയിൽ അതിന് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. നേരം 11 മണി കഴിഞ്ഞു. വല്യച്ഛൻ ഉമ്മറത്ത് തന്നെ അവരെ സ്വീകരിക്കാനായി കാത്തുനിന്നു. അധികം വൈകാതെ ഒരു വെള്ളക്കാർ മുറ്റത്ത് വന്നു നിന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനായ വാസുദേവനും ഭാര്യ ശാരദയും മകൻ സിദ്ധാർത്ഥും കാറിൽ നിന്നിറങ്ങി. സിദ്ധാർത്ഥ് മെറൂൺ കളർ ഷർട്ടും കറുപ്പ് നിറത്തിലൊരു പാൻറ്റുമായിരുന്നു ധരിച്ചിരുന്നത്. ഷർട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. കാണാൻ വളരെ സുന്ദരൻ. ആർക്കും അവനെ ഇഷ്ടമായി പോകും. വരൂ വരൂ, അകത്തേക്ക് വരൂ. വല്യച്ഛൻ അവരെ കാര്യമായി അകത്തേക്ക് സ്വീകരിച്ചു. മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛനുമെല്ലാം ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തി. അമ്മയും വല്യമ്മയും ചെറിയമ്മയും ഒക്കെ വന്നിരിക്കുന്ന ചെറുക്കൻ്റെ അമ്മയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ചർച്ചകൾ പതുക്കെ ബിസിനസ്സിലേക്കും ജോലിയിലേക്കും നീണ്ടു. ഇടയ്ക്കൊക്കെ ശാരദയുടെ കണ്ണുകൾ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് നീളുന്നുണ്ടായിരുന്നു. തൻ്റെ വരാനിരിക്കുന്ന മരുമകളെ ഒന്ന് കാണാൻ വേണ്ടി. മീര ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അടുക്കളയിൽ നിൽക്കുകയാണ്. അമ്മ അവളുടെ മുടിയിൽ ഒരു തുളസിമാലയൊക്കെ ചൂടിച്ചിട്ടുണ്ട്. മോളെ, നീ കരയുകയാണോ? കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അമ്മ ആകുലതയോടെ ചോദിച്ചു. ഒന്നുമില്ലമ്മേ, എനിക്ക് ഈ കല്യാണം വേണ്ട അമ്മേ. മീരയുടെ ശബ്ദം ഇടറി. നീ പേടിക്കാതിരിക്ക്. നിന്റെ ഇഷ്ടമില്ലാതെ ഒന്നും നടക്കില്ല. നിന്റെ ജീവിതമല്ലേ, അതിൽ അഭിപ്രായം പറയാനുള്ള അവകാശം നിനക്കുണ്ട്.
തൽക്കാലം വല്യച്ഛനെ ദേഷ്യം പിടിപ്പിക്കേണ്ട. അവരൊന്ന് വന്ന് കണ്ടുപോയിക്കോട്ടെ. അമ്മ അവളെ സമാധാനിപ്പിച്ചു. 2 ദിവസം മുൻപ് TV-യിൽ കണ്ടൊരു ന്യൂസായിരുന്നു ആ അമ്മയുടെ മനസ്സ് മുഴുവൻ. മകൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം കഴിപ്പിച്ചു. കൊണ്ടുപോയിടത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അവസാനം അവളൊരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. കൊന്നതാണെന്നും ആത്മഹത്യ ആണെന്നുമൊക്കെ പറയുന്നുണ്ട്. 21 വയസ്സേ പ്രായമുള്ളൂ. ആ കുട്ടിയുടെ വീട്ടുകാരുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഒരു ഗതി തൻ്റെ മകൾക്കുണ്ടാകരുത് എന്നുവെച്ച് സ്നേഹിച്ചെന്ന പേരും പറഞ്ഞ് കണ്ണും പൂട്ടി അവളെ അവന് പിടിച്ചു കൊടുക്കുമെന്നല്ല. അന്വേഷിക്കും, നന്നായി തന്നെ അന്വേഷിക്കും. എന്നിട്ട് യാതൊരു കുഴപ്പവുമില്ലെങ്കിൽ അവളെ അവന് കൊടുക്കും. അങ്ങനെ മതി. പക്ഷേ അതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ താണ്ടേണ്ടതുണ്ടെന്ന് മാത്രം അറിയില്ല. മീര ചായയുമായി ഉമ്മറത്തേക്ക് കടന്നു. സിദ്ധാർത്ഥിൻ്റെയും കുടുംബത്തിൻ്റെയും നോട്ടം അവളിൽ തറഞ്ഞു നിന്നു. സിദ്ധാർത്ഥ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ നല്ലൊരു വ്യക്തിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമായിരുന്നു. പക്ഷേ മീരയുടെ മനസ്സിൽ ദേവന്റെ രൂപം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാതുകളിൽ അവൻ്റെ ശബ്ദം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. എല്ലാവർക്കും ചായ കൊടുത്തു കഴിഞ്ഞ് അവൾ മുത്തശ്ശൻ്റെ അരികിലായി വന്നു നിന്നു. കുട്ടിക്ക് ഇനി ഇവിടെ നിൽക്കാനാണോ താല്പര്യം, അതോ ജോലിക്ക് പോകണമെന്നുണ്ടോ? വാസുദേവൻ ചോദിച്ചു. മീര മറുപടി പറയാൻ തുടങ്ങുന്നതിനു മുൻപേ വല്യച്ഛൻ ഇടപെട്ടു. അതൊക്കെ സിദ്ധാർത്ഥിൻ്റെ ഇഷ്ടം പോലെ, ഞങ്ങൾക്ക് പരാതിയില്ല, വല്യച്ഛൻ പറഞ്ഞു. മീരയുടെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറി. താനല്ലേ കഷ്ടപ്പെട്ട് പഠിച്ചത്? തൻ്റെ ഇഷ്ടമല്ലേ ജോലി ചെയ്യണോ ചെയ്യണ്ടേ എന്നത്? അത് തൻ്റെ അവകാശമല്ലേ? അത് വേണോ വേണ്ടയോ എന്ന് പറയാൻ സിദ്ധാർത്ഥ് ആരാണ്? സിദ്ധാർത്ഥിൻ്റെ ഇഷ്ടമാണെന്ന് സിദ്ധാർത്ഥിനോട് പറയാൻ വല്യച്ഛൻ ആരാണ്? തൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരാൾ തീരുമാനമെടുക്കുന്നത് അവൾക്ക് സഹിക്കാനായില്ല. അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു ബൈക്ക് കടന്നു വന്നത്. എല്ലാവരും മുറ്റത്തേക്ക് നോക്കി. ഹെൽമറ്റ് മാറ്റി ഒരാൾ ബൈക്കിൽ നിന്നിറങ്ങി. അത് ദേവനായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു വലിയ ക്യാമറ ബാഗുണ്ട്. മീരയുടെ ശ്വാസം നിലച്ചുപോയി. ദേവേട്ടൻ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? അവൾ ചിന്തിച്ചു പോയി. അവനെ ഇവരെല്ലാം ചേർന്ന് എന്തെങ്കിലും പറഞ്ഞു കളയുമോ എന്ന പേടിയായിരുന്നു അവൾക്ക്. ദേവൻ പടി കയറി ഉമ്മറത്തേക്ക് വന്നു. എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി. ആരാ? വല്യച്ഛൻ ഗൗരവത്തിൽ ചോദിച്ചു. ദേവൻ വളരെ ശാന്തനായി മുത്തശ്ശനെയും അച്ഛനെയും ചെറിയച്ഛനെയും ശേഷം വല്യച്ഛനെയും ബഹുമാനത്തോടെയൊന്നു നോക്കി. നമസ്കാരം, എൻ്റെ പേര് ദേവൻ. ഞാൻ മീരയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫറാണ്. ദേവൻ പറഞ്ഞപ്പോൾ മീരയുടെ അച്ഛൻ എഴുന്നേറ്റു. മീരയുടെ കൂടെയുള്ളതാണോ? എന്നിട്ട് ഇവിടെ എങ്ങനെ? ഞാൻ ഈ വഴി ഒരു പ്രൊജക്റ്റിന് വന്നതായിരുന്നു. മീര നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ പഴയ തറവാടിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ അനുവാദം ചോദിക്കാമെന്ന് കരുതി വന്നതാണ്. ഈ വീടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് മീര കുറേ പറഞ്ഞിട്ടുണ്ട്. ദേവൻ വളരെ വിനയത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് ദേവൻ്റെ ആ വരവ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. വല്യച്ഛൻ സംശയത്തോടെ ദേവനെയൊന്ന് നോക്കി. ഇപ്പോൾ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. ഫോട്ടോ എടുക്കലൊക്കെ പിന്നെയാകാം, വല്യച്ഛൻ കർക്കശമായി തന്നെ പറഞ്ഞു. പക്ഷേ മുത്തശ്ശൻ ഇടപെട്ടു. അതിനെന്താ ബാല, അവൻ ദൂരെ നിന്ന് വന്നതല്ലേ. മോൻ അകത്തേക്ക് വാ. മീരയുടെ മുഖഭാവത്തിൽ നിന്നും തന്നെ ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് മുത്തശ്ശന് മനസ്സിലായിരുന്നു. ദേവൻ മീരയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഒരു വശത്ത് വിവാഹാലോചനയുമായി വന്നവരും മറുവശത്ത് അവൾ പ്രണയിക്കുന്നവനും. ശ്രീമംഗലം തറവാടിൻ്റെ ഉമ്മറത്ത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായി ഒരു നിമിഷത്തേക്ക് വലിയൊരു നിശബ്ദത പടർന്നു. മുത്തശ്ശൻ ദേവനോട് അങ്ങനെ പറഞ്ഞതും പിന്നെ ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. വല്യച്ഛൻ എന്തോ പറയാനാഞ്ഞെങ്കിലും മുത്തശ്ശൻ്റെ ശാന്തവും എന്നാൽ ഉറച്ചതുമായ ശബ്ദത്തിനു മുൻപിൽ അയാൾ മൗനം പാലിച്ചു. മുത്തശ്ശൻ വിളിച്ചതും ദേവൻ പതുക്കെ ഉമ്മറത്തെ ഒരു വശത്തായി ഇരുന്നു. വല്യച്ഛൻ അവനെ അങ്ങേയറ്റം നീരസത്തോടെയാണ് നോക്കിയത്. വാസുദേവനും കുടുംബവും പരസ്പരം നോക്കി അതൃപ്തി പ്രകടിപ്പിച്ചു. ദേവൻ കുറച്ചുനേരം ഇവിടെ വിശ്രമിക്കി, മുത്തശ്ശൻ ശാന്തനായി പറഞ്ഞു. എന്നിട്ട് മീരയെ നോക്കി. മോളെ അച്ചു, മോൾ സിദ്ധാർത്ഥിനെ കൂട്ടി വരാന്തയിലേക്കോ മുറ്റത്തേക്കോ ഒക്കെ ഒന്ന് ചെല്ല്. നിങ്ങൾക്ക് സംസാരിക്കാൻ കുറേ കാര്യങ്ങൾ കാണുമല്ലോ. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി ചർച്ചകൾ. കുട്ടികൾക്ക് എന്തേലും സംസാരിക്കാനുണ്ടെൽ സംസാരിക്കട്ടെ, അല്ലേ? മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും വല്യച്ഛൻ ഒന്ന് അയഞ്ഞു.
അതാണ് ശരി. കുട്ടികൾ തമ്മിലൊന്ന് സംസാരിക്കട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ചായ കുടിക്കൂ. മീര പതറുന്ന ഹൃദയത്തോടെ സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. ദേവന്റെ സാന്നിധ്യത്തിൽ മറ്റൊരു പുരുഷനോടൊപ്പം സംസാരിക്കാൻ പോകുന്നത് അവൾക്ക് ആലോചിക്കാനേ കഴിഞ്ഞില്ല. പക്ഷേ ദേവൻ അവളെ ഒന്ന് നോക്കി തലയാട്ടി. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് മൗനമായി അവൻ്റെ കണ്ണുകൾ അവളോട് പറഞ്ഞു. തറവാടിന് 4 വശവും വരാന്തകളാണ്. അതിലൊരു വശത്തുള്ള വരാന്തയിലേക്ക് അവർ നടന്നു. അവിടെ പൂത്തു നിൽക്കുന്ന പൂച്ചെടികൾക്ക് അപ്പുറം നീണ്ടുകിടക്കുന്ന നെൽപ്പാടം കാണാം. മീര, ഇത്രയും വലിയൊരു തറവാട്ടിലാണോ നീ വളർന്നത്? അത്ഭുതം തന്നെ. അവൻ ആ തറവാട് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. മീര അവനെ നോക്കി ഒന്ന് വെറുതെ ചിരിച്ചതേയുള്ളൂ. ഞാൻ പറയുന്നത് എനിക്ക് ദുബായിൽ നിൽക്കാനാണ് താല്പര്യം. താനും അവിടേക്ക് വാ. അവിടെ നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കാം. ഇടയ്ക്ക് മാത്രം നാട്ടിൽ വന്നാൽ മതിയല്ലോ. മീര മറുപടി ഒന്നും പറയാതെ ആ പാടത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. പിന്നെ ആ വന്ന ഫോട്ടോഗ്രാഫർ സിദ്ധാർത്ഥ് ഒന്ന് നിർത്തി. അവൻ നിന്റെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണോ? അവൻ്റെ നോട്ടവും പെരുമാറ്റവും കണ്ടിട്ട് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. നിന്റെ ഫാമിലിക്ക് ഇതൊക്കെ ഓക്കെ ആണോ? അല്ല, ഇവിടുത്തെ ചിട്ടകളൊക്കെ വേറെയാണല്ലോ. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മീര തിരിഞ്ഞ് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. സിദ്ധാർത്ഥ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വെറും ഒരാൾ മാത്രമല്ല ദേവൻ. അവൻ എന്നെപ്പോലെ തന്നെ ഈ ഗ്രാമത്തെയും എൻ്റെ തറവാടിനെയും സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ദുബായിലേക്ക് വരാനോ അവിടുത്തെ ആഡംബരങ്ങളിൽ ജീവിക്കാനോ ഒന്നും താല്പര്യമില്ല. മീര പറഞ്ഞതു കേട്ട് സിദ്ധാർത്ഥ് ഒന്ന് ഞെട്ടി. നീ എന്താണ് പറഞ്ഞു വരുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധാർത്ഥ്, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് തന്നെയാണ്. പക്ഷേ വല്യച്ഛന് നിർബന്ധം. ഞാനിത് ഇവിടെ എങ്ങനെയെങ്കിലും എല്ലാവരോടും പറയാനിരിക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. അതേസമയം ഉമ്മറത്ത് മുത്തശ്ശൻ ദേവനോട് വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. നിന്റെ വീട് എവിടെയാ മോനെ? മുത്തശ്ശൻ ചോദിച്ചു. ഞാൻ തൃശ്ശൂർക്കാരനാണ് മുത്തശ്ശ. പക്ഷേ അച്ഛൻ്റെ നാട് ഈ പാലക്കാട് തന്നെയാണ്. പണ്ട് ജോലി സംബന്ധമായി അങ്ങോട്ട് മാറിയതാണ്. ദേവൻ വിനയത്തോടെ മറുപടി നൽകി. ഫോട്ടോഗ്രാഫി കൊണ്ട് കുടുംബം പുലർത്താൻ പറ്റുമോ? വല്ല ഗവൺമെൻറ് ജോലിയും നോക്കിക്കൂടായിരുന്നോ? വല്യച്ഛൻ ദേവനോട് ചോദിച്ചു. അതുകേട്ട് ദേവനൊന്ന് പുഞ്ചിരിച്ചു. നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുമ്പോഴാണ് വല്യച്ഛ അതിൽ സംതൃപ്തി ഉണ്ടാകുന്നത്. പിന്നെ പണം മാത്രമല്ലല്ലോ എല്ലാം. ദേവന്റെ ആ മറുപടി വല്യച്ഛനെ ചൊടിപ്പിച്ചു. പണമല്ല എല്ലാം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വേണം. ഇതാ സിദ്ധാർത്ഥിനെ നോക്കൂ. അവൻ വിദേശത്ത് വലിയ ഉദ്യോഗസ്ഥനാണ്. അവനെപ്പോലെയുള്ളവരെയാ എല്ലാവർക്കും താല്പര്യം, വല്യച്ഛൻ പറഞ്ഞു. അതു കേട്ടതും മുത്തശ്ശൻ വല്യച്ഛനെ ഒന്ന് നോക്കി. മനുഷ്യനെ അളക്കേണ്ടത് അവനുണ്ടാക്കുന്ന പണം കൊണ്ടല്ല ബാല, അവൻ്റെ മൂല്യങ്ങൾ കൊണ്ടാണ്, മുത്തശ്ശൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ മീരയും സിദ്ധാർത്ഥും വരാന്തയിൽ നിന്ന് തിരികെ ഉമ്മറത്തെത്തി. സിദ്ധാർത്ഥിൻ്റെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. മീരയാകട്ടെ തല താഴ്ത്തിയാണ് വന്നിരുന്നത്. എന്തായി സിദ്ധാർത്ഥ്, സംസാരിച്ചോ? വാസുദേവൻ ആകാംക്ഷയോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് തൻ്റെ അച്ഛനെ ഒന്ന് നോക്കി. അച്ഛ, നമുക്ക് പോകാം. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല. സിദ്ധാർത്ഥ് പറഞ്ഞതു കേട്ട് വല്യച്ഛൻ ഞെട്ടി എഴുന്നേറ്റു. എന്തുപറ്റി സിദ്ധാർത്ഥ്? അവൾ എന്തെങ്കിലും പറഞ്ഞോ? വല്യച്ഛൻ ചോദിച്ചു. ഒരു നിമിഷം ഉമ്മറത്ത് ഒരു നിശബ്ദത പടർന്നു. എല്ലാവരുടെയും നോട്ടം മീരയിലേക്ക് നീണ്ടു. വല്യച്ഛൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വല്ലാതെ ചുവന്നു വന്നു. മീരെ, എന്താ ഇവൻ ഈ പറയുന്നത്? നീ എന്ത് അനാവശ്യമാ അവനോട് പറഞ്ഞത്? വല്യച്ഛൻ്റെ ശബ്ദം ആ തറവാടിൻ്റെ തൂണുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. മീര പതിയെ തലയുയർത്തി. അവളുടെ കണ്ണുകളിൽ ആദ്യം ഒരു ഭയമുണ്ടായിരുന്നെങ്കിലും പതുക്കെ അത് ഒരു ദൃഢനിശ്ചയത്തിന് വഴിമാറി. അവൾ ഉമ്മറത്തിരിക്കുന്ന ദേവനെ ഒന്ന് നോക്കി. അവൻ നൽകിയ ആത്മവിശ്വാസം ഉൾക്കൊണ്ട് അവൾ എല്ലാവരെയും ഒന്ന് നോക്കി സംസാരിച്ചു തുടങ്ങി. സിദ്ധാർത്ഥിനോട് എനിക്ക് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല. പക്ഷേ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. കാരണം ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ആ വാക്കുകൾ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചതുപോലെയാണ് എല്ലാവരിലും അനുഭവപ്പെട്ടത്. ആദ്യമേ ചില സംശയങ്ങൾ തോന്നിയിരുന്നെങ്കിലും അവളുടെ അമ്മയൊന്ന് ഞെട്ടി. ആ ഞെട്ടലിൽ അമ്മ അരികിലുണ്ടായ തൂണിൽ പിടിച്ചു നിന്നുപോയി. അവളുടെ അച്ഛൻ താൻ കേട്ടത് വിശ്വസിക്കാനാവാതെ മകളെ നോക്കി. സ്നേഹിക്കുന്നുണ്ടെന്നോ? ആരോടാ നിനക്ക് ഇത്ര വലിയ സ്നേഹം? ഈ ഇരിക്കുന്ന ഫോട്ടോഗ്രാഫറോടാണോ? വല്യച്ഛൻ ദേവനെ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു.